സ്വർണ്ണവില താഴേക്ക് പോകുന്ന കാഴ്ചയാണ് ഏതാനും ദിവസങ്ങളായി വിപണിയിൽ കാണുന്നത്. വില കുറഞ്ഞ ഈ സാഹചര്യത്തിൽ സ്വർണം വാങ്ങാൻ കാത്തുനിന്നവരൊക്കെ ജ്വല്ലറികളിലേക്ക് പോകാനുള്ള ആലോചനയിലാണ്. എന്നാൽ ഇപ്പോൾ സ്വർണം വാങ്ങുന്നത് ബുദ്ധിയല്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. 20 ദിവസത്തിനിടെ ഇടിഞ്ഞത് 19,880 രൂപ. സാധാരണഗതിയിൽ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ മോശമാകുമ്പോൾ സ്വർണ്ണവില കുത്തനെ ഉയരുകയാണ് ചെയ്യുന്ന പ്രവണത. എന്നാൽ ഇത്തവണ നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. സ്വർണ്ണവില കുത്തനെ വീഴുന്നു. ഈ പ്രവണത ഇന്നും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം 2-3 വട്ടമാണ് സ്വർണ്ണവില കുത്തനെ വീണത്. ഇന്ന് മാർച്ചിലെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് സ്വർണ്ണ വ്യാപാരം. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ തന്നെ വലിയ ഇടിവാണ് കേരളത്തിലെ സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തിയത്. മാർച്ച് 15-ന് 1,17,080 രൂപയിലാണ് സ്വർണ്ണ വ്യാപാരം തുടർന്നത്. എന്നാൽ തൊട്ടടുത്ത ദിവസനെ കുത്തനെയാണ് സ്വർണ്ണവില ഇടിഞ്ഞത്. 1,16,720 രൂപയിലേക്കാണ് വ്യാപാരം നടന്നത്. പിന്നീട് അന്ന് ദിവസം വൈകുന്നേരം 1,15,440 രൂപയുമായി. എന്നാൽ അപ്പോഴും തീർന്നില്ല. പിന്നീടുള്ള ദിവസങ്ങളിലും സമാനമായ പ്രവണത തുടർന്നു. 1,16,320 വൈകുന്നേരം 1,15,920 തൊട്ടടുത്ത ദിവസം 1,15,440 രൂപയിൽ വ്യാപാരം തുടർന്നു. എന്നാൽ 19-ാം തീയതി എല്ലാം തകിടം മറഞ്ഞു. ഈ ദിവസം രാവിലെ 1,13,440 രൂപയിലായിരുന്നു സ്വർണ്ണവിലയുണ്ടായിരുന്നത്. എന്നാൽ ഉച്ചയോടെ 1,11,400 എത്തി. പിന്നീട് അന്ന് ദിവസം വൈകുന്നേരം തന്നെ 1,10,000 സ്വർണ്ണവില എത്തി. എന്നാൽ കഴിഞ്ഞ ദിവസം 1,09,240 എന്ന നിരക്കിലായിരുന്നു വ്യാപാരം അവസാനിച്ചത്. അതായത് ഒരാഴ്ച കൊണ്ട് ഒരു പവന് 7,840 രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഏകദേശം 6.7% കുറവുണ്ടായി. ഇന്ന് ഡോളർ ശക്തിയാർജിച്ചതും വില താഴുന്നതിനൊരു കാരണമായി വിദഗ്ധർ പറയുന്നു. ഇങ്ങനെ യുദ്ധം നീണ്ടുനിന്നാൽ സ്വർണം ഇനിയും താഴുമെന്നാണ് പ്രവചനങ്ങൾ. സ്വർണ്ണ നിക്ഷേപങ്ങൾ വിറ്റഴിക്കാൻ നിക്ഷേപകർ ശ്രമിച്ചാൽ സ്വർണം കൂടുതൽ താഴ്ചയിലേക്ക് പോകുമെന്നും കണക്കുകൂട്ടലുണ്ട്. 1 ലക്ഷം എന്ന പവൻ വിലയുമായി ശരിക്കും പറഞ്ഞാൽ ഇന്ന് ആഭരണ പ്രേമികൾ ഏറെ പൊരുത്തപ്പെട്ടു. എന്നാൽ ഇപ്പോഴത്തെ വിലയിടിവ് അവരുടെ പ്രതീക്ഷ ഉയർത്തുന്ന ഒന്നാണ്. ഇനിയും വില ഇടിയുമെന്നത് തന്നെയാണ് ഇവർ ഉറ്റുനോക്കുന്നത്. സ്വർണം കുറഞ്ഞ് 80,000-നും 60,000-നും രൂപയിലേക്കൊക്കെ എത്താതെ സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ മഞ്ഞലോഹത്തെക്കുറിച്ച് ആലോചിക്കുക പ്രയാസമാണ്. എന്തായാലും വില ഇനി 1 ലക്ഷത്തിലേക്ക് താഴേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരും പറയുന്നത്. കേരളത്തിൽ അടുത്ത മാസം വിവാഹ സീസൺ ആരംഭിക്കുകയാണ്. അതിനാൽ ഈ സമയത്ത് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് സ്വർണ്ണവില കുറയുന്നത്. വിവാഹ സീസൺ സമയത്ത് പൊന്നിന്റെ വില കൂടുന്നത് കല്യാണ ചെലവുകൾ ഉയരാൻ കാരണമാകും. എന്നാൽ സ്വർണ്ണവില താഴേക്ക് പോകുന്ന കാഴ്ചയാണ് ഏതാനും ദിവസങ്ങളായി കാണുന്നത്. വില കുറഞ്ഞ ഈ സാഹചര്യത്തിൽ സ്വർണം വാങ്ങാൻ കാത്തുനിന്നവരൊക്കെ ജ്വല്ലറിയിലേക്ക് പോകാനുള്ള തിരക്കിലാണ്. എന്നാൽ ഇപ്പോൾ സ്വർണം വാങ്ങുന്നത് ബുദ്ധിയല്ലെന്നാണ് ഇന്നും സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അതായത് ഈ യുദ്ധ സാഹചര്യം ഒഴിവായാൽ സ്വർണത്തിന്റെ വില തീർച്ചയായും 1 ലക്ഷത്തിന് താഴേക്ക് പോകുമെന്നും അങ്ങനെ വരുമ്പോൾ വിവാഹ ആവശ്യങ്ങൾക്കൊക്കെ അത് ആശ്വാസമാകുമെന്നും ഇവർ പറയുന്നു. എന്തായാലും സ്വർണ്ണവില ഉടൻ തന്നെ 60,000-ലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.